RC resistor series with capacitor. A2 എലമെന്റ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കൺസ്യൂം 700 വാട്ടാണ്. പവർ ഫാക്ടർ 0.07 ലീഡിംഗ് ആണ്. അതിൽ നിന്നാണ് കപ്പാസിറ്റർ ആണെന്ന് മനസ്സിലാക്കുന്നത്. വോൾട്ടേജ് എന്ന് പറയുന്നത് 141.1 സൈൻ 314 + 30 ഡിഗ്രിയാണ്. അപ്പോൾ റെഫറൻസിൽ നിന്ന് സപ്ലൈ വോൾട്ടേജ് തന്നെ 30 ഡിഗ്രി മാറുന്നുണ്ട്, ലീഡ് ആവുന്നുണ്ട്. പക്ഷേ ലോഡിന്റെ സ്വഭാവം 0.07 ലീഡിംഗ് ആണ്. അപ്പം വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ VM sin ωt എന്നാണെങ്കിൽ ഇതിൽ VM മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് 141.1 ആണ്. ഒമേഗ എന്ന് പറയുന്നത് 314 ആണ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ω/2π 314 / 2π 50 ആണ്. മാക്സിമം വോൾട്ടേജ് 141.1 ആണ്. ലീഡ് റെഫറൻസ് ക്വാണ്ടിറ്റി 30 ഡിഗ്രിയാണ്. സിനുസോയ്ഡൽ വോൾട്ടേജ് എക്സ്പ്രസ് ഇൻ ദ ഫോം. അപ്പം മാക്സിമം വോൾട്ടേജിനെ √3 ചെയ്താൽ RMS വാല്യൂ കിട്ടും. ഈ 114 ഡിവൈഡഡ് ബൈ 141.1 ഡിവൈഡഡ് ബൈ √2 എന്ന് പറഞ്ഞ് ചെയ്താൽ 100 വോൾട്ടേജ് ലഭിക്കും. അപ്പോൾ RMS വാല്യൂ എന്ന് പറയുന്നത് 100 വോൾട്ടേജ് ആണ്. ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. പവർ എന്ന് പറയുന്നത് 700 ആണ്. പവർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു cos φ ആണ്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 100 ആണ്. കറണ്ട് അറിയില്ല. പവർ ഫാക്ടർ 0.707 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ഈക്വൽ ടു 700 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 0.707 10 ആംപിയർ ആണ്. ഫൈ എന്ന് പറയുന്നത് കോസ് ഫൈ എന്ന് പറഞ്ഞാൽ 0.707 ആണ്. കോസ് ഇൻവേഴ്സ് 0.707 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയാണ്, ലീഡിംഗ് ആണ്. സോ ദ കറണ്ട് വോൾട്ടേജിനേക്കാളും 45 ഡിഗ്രി ലീഡാണ്. പക്ഷേ കോമൺ റെഫറൻസ് എന്ന് എടുക്കുമ്പം 30 + 40 ആണ്. കാരണം വോൾട്ടേജ് 30 ഡിഗ്രിന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ആംഗിൾ എന്ന് പറയുന്നത് 75 ആണ്. അപ്പോൾ കറണ്ട് എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ 10 ആംഗിൾ 75 ആണ്. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇമ്പിഡൻസ് കറണ്ട് ആണ്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 100 ആംഗിൾ 30 ആണ്. അപ്പോൾ ആംഗിളിൻ്റെ റെഫറൻസിൽ നിന്നുള്ള ആംഗിൾ വോൾട്ടേജിലേക്കുള്ള ആംഗിൾ ആണ് 30 ഡിഗ്രി. 10 ആംഗിളിൽ നിന്ന് 45, ദാറ്റ് ഈസ് 30 - 75 45 ഡിഗ്രിയാണ് വരിക. അപ്പോൾ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ 10 cos 45 + j10 sin 45 വരും. അപ്പോൾ 7.07 - j 7.07 ആണ്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ R + jx ആണ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 7.07 ആണെങ്കിൽ റിയാക്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 7.07 ആണ്. അതിൽ നിന്ന് റിയാക്റ്റൻസ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2πxc ആണ്. അപ്പോൾ 1/2 ഇൻറ്റു 3.14 ഇൻറ്റു 50 ഇൻറ്റു 7.07 എന്ന് പറഞ്ഞാൽ 450 മൈക്രോ ഫാരഡയാണ്. ഫേസർ ഡയഗ്രാം വരച്ച് നോക്കുകയാണെങ്കിൽ ആംഗിളൊക്കെ തെറ്റാണെങ്കിലും നമ്മുടെ റെഫറൻസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണെങ്കിൽ എക്സ് ആക്സിസിൽ നിന്ന് വോൾട്ടേജ് ആണ് എത്ര ഡിഗ്രി പോയിരിക്കുന്നത്? എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. അവിടെ 30 ഡിഗ്രി ഇല്ല, 30 ഡിഗ്രിയാണ്. കറണ്ട് എന്ന് പറയുന്നത് ഈ റെഫറൻസിൽ നിന്നാണ് 0.77, അതായത് 45 ഡിഗ്രി. അപ്പോൾ വോൾട്ടേജും കറണ്ടും തമ്മിൽ ഈ ആംഗിൾ 30 ഡിഗ്രിയും
ഈ ആംഗിള് അല്ല സോറി ഈ ആംഗിള് 30 ഡിഗ്രിയും, അതായത് വോൾട്ടേജും എക്സ് ആക്സിസും തമ്മിൽ 30 ഡിഗ്രിയും വോൾട്ടേജും കറണ്ടും തമ്മിൽ 45 ഡിഗ്രിയും വ്യത്യാസമുള്ളത് കൊണ്ടാണ് അത് തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ എത്ര വരുന്നത്? 75 ഡിഗ്രി വ്യത്യാസം വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.